ഫ്രണ്ട്സ്, രുചിക്കൂട്ട് 23ലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞാൻ ഇന്ന് അയില മീൻ മുളവിട്ട് കറി വയ്ക്കാൻ പോവുകയാണ്. കുറച്ച് അയില വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്ത മീനാണ്. അതിന് എരിയില്ലാത്ത 4 സ്പൂൺ മുളക് പൊടി, എരിയുള്ള 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 10-20 ചെറിയ ഉള്ളി, കറിവേപ്പില, കുറച്ച് ഇഞ്ചിയും 7-8 വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണിത്. പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന വാളംപുളിയാണ്. അപ്പോൾ ആ വാളംപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്ത് വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. ഒരു തക്കാളിയും 3 പച്ചമുളകും, ഇത്രയാണ് ഇതിൽ ചേർക്കുന്നത്. ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് കടുക്, കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. അതിലോട്ട് ഉള്ളിയും കറിവേപ്പിലയും കുറച്ചൊന്ന് മൂക്കണം. ഉള്ളി ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇടയാണ്. അതും ഒന്ന് ചുവന്ന് വരണം. ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ ചുവന്നിട്ടുണ്ട്. ഇനി തക്കാളിയും പച്ചമുളകും ഇട്ടു. അതും ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി എല്ലാം നല്ലവണ്ണം കുഴഞ്ഞു വന്നിട്ടുണ്ട്. ആ പച്ചപ്പെല്ലാം മാറി വെന്തു തക്കാളി. എന്നിട്ട് ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുക. മുളക് പൊടിയെല്ലാം നല്ലവണ്ണം ആ പച്ചപ്പ് മാറി നല്ല മൂത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. പിഴിഞ്ഞ് വെച്ച പുളിവെള്ളമാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ. ആ പുളിവെള്ളം ഒന്ന് അരപ്പിലൊന്ന് പിടിക്കട്ടെ. എന്നിട്ട് ഇതിലോട്ടൊന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ചൂടുവെള്ളം കൂടെ വേണം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഈ കൂട്ടൊന്ന് തിളയ്ക്കണം. കൂട്ട് തിളയ്ക്കുമ്പോൾ വേറെ 2 കാര്യങ്ങളും കൂടെ ഉണ്ട് ഇടാൻ. കൂട്ട് തിളച്ചോ നോക്കാം. നല്ലവണ്ണം കൂട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം പിന്നെ മീൻ അതിലോട്ട് ഇടാം. ഒന്ന് ഇറക്കി എന്നിട്ട് ഇതിലോട്ട് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഉലുവ. ആദ്യം ഉലുവ ഇട്ടാണ് കടുക് വറുത്തത്. അതുകൊണ്ട് കുറച്ച് ഉലുവപ്പൊടി മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങനെ ഇടണം. എന്നിട്ടൊന്ന് അടച്ച് വേവിക്കുക ചെറിയ തീയിൽ. അപ്പോൾ തീ കുറച്ച് കൊടുത്തിരിക്കുകയാണേ. മീൻ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. പക്ഷേ ഇത്തിരി കൂടെ ഒന്ന് കുറുകാനുണ്ട്. അപ്പം അതിന് മുമ്പ് ഒരു 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കണം. കുറച്ച്. എന്നിട്ടൊന്ന് ചുറ്റി ഇങ്ങനെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച്
ചെറിയ തീയിൽ കുറച്ച് സമയം കൂടെ ഇടും. മീൻകറി മുളകിട്ട മീൻകറി റെഡിയായി കഴിക്കാൻ പോവാണ്. നല്ല കൊഴുത്ത മീൻകറി. അയില മീൻകറി മുളകിട്ട മീൻകറി റെഡിയായി. ഞാൻ കഴിക്കാൻ ഭക്ഷണം എടുത്ത് രസവും പയർ തോരനും മുളകിട്ട മീൻകറിയും നാരങ്ങ അച്ചാറും. അപ്പം നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് സുഖമായിരിക്കും. Bye.